ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ ഇന്ത്യ ഒരു സർക്കാർ പദ്ധതി മാത്രമല്ല, ഒരു ജീവിത രീതിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരു ടെക് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്സംബർഗ് പ്രധാനമന്ത്രി സേവ്യർ ബെറ്റലുമായി വെർച്വൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സഹകരണം ചർച്ചയായി. 2 മാസത്തിനുള്ളിൽ കോവിഡ് വാക്സിൻ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടെ മരിച്ചവരുടെ കുട്ടികൾക്ക് MBBSന് സീറ്റുകൾ നീക്കിവെക്കുമെന്നും ഡോക്ടർ ഹർഷവർദ്ധൻ. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 5722 പേർക്ക്. 6860 പേർക്ക് രോഗമുക്തി. ഡൽഹിയിൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ പിഴ 2000 രൂപ. ജമ്മുകശ്മീരിലെ നഗ്രോട്ടയിൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 4 ഭീകരരെ വധിച്ചു. വൻ ആക്രമണ പദ്ധതി തടഞ്ഞതായി പോലീസ്. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ ഇന്ത്യ എന്നത് ഒരു സർക്കാർ സംരംഭമായല്ല, മറിച്ച് ഒരു ജീവിത രീതിയായാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരു ടെക് ഉച്ചകോടി 2020 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ ഇന്ത്യയിലൂടെ മനുഷ്യത്വപരമായ വികസനം സാധ്യമായി. സാങ്കേതിക വിദ്യ ആദ്യം എന്നത് ഒരു മന്ത്രമായി മാറി. കോവിഡ് അതിരൂക്ഷമായി നിലനിന്നിരുന്നപ്പോൾ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവർക്കും സഹായം എത്തിക്കാൻ ഡിജിറ്റൽ ഇന്ത്യയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് 700 ദശലക്ഷത്തിലധികം ഇന്റർനെറ്റ് കണക്ഷനുകൾ രാജ്യത്ത് ഉണ്ടെന്നാണ് കണക്ക്. ജനങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച പദ്ധതികൾ എല്ലാവരിലേക്കും എത്തിക്കാനായത് സാങ്കേതിക വിദ്യയിലൂടെയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്സംബർഗ് പ്രധാനമന്ത്രി സേവ്യർ ബെറ്റലുമായി കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര സൌരസഖ്യത്തിൽ ചേരാനുള്ള ലക്സംബർഗ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി അടുത്തിടെ ലക്സംബർഗിന്റെ 4 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഇന്ത്യയും ലക്സംബർഗും തമ്മിൽ ഏർപ്പെട്ട കരാറുകൾ സ്വാഗതം ചെയ്യുന്നതായി ലക്സംബർഗ് പ്രധാനമന്ത്രി സേവ്യർ ബെറ്റേൽ പറഞ്ഞു. തങ്ങൾ ഇന്ത്യയ്ക്കൊപ്പമാണെന്നും 2021-22 കാലഘട്ടത്തിലേക്ക് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിലേക്കുള്ള ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ ലക്സംബർഗ് പിന്തുണച്ചതായും അദ്ദേഹം പറഞ്ഞു. ജമ്മു കശ്മീരിലെ നഗ്രോട്ടയിൽ ദേശീയപാതയിൽ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ 4 ഭീകരരെ വധിച്ചു. ഒരു ട്രക്കിൽ കശ്മീർ താഴ്വര ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്ന ഭീകരർ ടോൾ പ്ലാസയ്ക്ക് സമീപം പരിശോധനയ്ക്കിടയിൽ സുരക്ഷാസേനയ്ക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. സേന നടത്തിയ പ്രത്യാക്രമണത്തിലാണ് 4 ഭീകരരെ വധിച്ചത്. അടുത്തിടെ സാംബ മേഖലയിൽ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറിയ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ട ഭീകരവാദികളെന്ന് ജമ്മുകശ്മീർ DGP അറിയിച്ചു. ഇതിലൂടെ വൻ ആക്രമണ പദ്ധതിയാണ് തടഞ്ഞതെന്നും പോലീസ് അറിയിച്ചു. വഴിയോര കച്ചവടക്കാർക്കായുള്ള പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലൂടെ ഇതുവരെ 14 ലക്ഷത്തിലധികം വായ്പകൾ അനുവദിച്ചതായി കേന്ദ്ര സർക്കാർ. ഇവയിൽ 7.88 ലക്ഷം ലോണുകൾ നൽകിക്കഴിഞ്ഞു. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 27,33,000 അപേക്ഷകളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 2 മാസങ്ങൾക്കുള്ളിൽ കോവിഡ് വാക്സിൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. വാക്സിൻ വിതരണം ചെയ്യാൻ താൽക്കാലികമായ ഒരു സമയപദ്ധതി തയ്യാറായി കഴിഞ്ഞതായി ഫിക്കി നടത്തിയ ഒരു ചടങ്ങിൽ വിർച്വലായി പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കോവിഡിനെതിരെ പോരാടുന്നവർക്ക് ആദ്യം വാക്സിൻ നൽകിയ ശേഷം പിന്നീട് 65 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകും. അടുത്ത വർഷം ജൂലൈ ആഗസ്റ്റ് മാസത്തോടെ 30 മുതൽ 35 കോടി ജനങ്ങൾക്ക് വാക്സിൻ ലഭ്യമാകുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത് 4.5 ലക്ഷത്തോളം പേർ. രോഗമുക്തി നിരക്കിൽ വർധന തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,493 പേർ കോവിഡ് മുക്തരായി. 93.58% കോവിഡ് രോഗമുക്തി നിരക്ക്. രാജ്യത്തെ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 90 ലക്ഷത്തോടടുക്കുന്നു. ഇന്നലെ 45,576 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 585 കോവിഡ് മരണങ്ങൾ കൂടി പുതിയതായി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 1,31,578 ആയി. 2020-21 അധ്യയന വർഷത്തേക്കുള്ള കേന്ദ്ര പൂളിൽ നിന്നുള്ള MBBS സീറ്റുകളിലേക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ മരിച്ചവരുടെ കുട്ടികൾക്കായി പ്രത്യേകം സീറ്റുകൾ നീക്കിവെക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ അറിയിച്ചു. കേന്ദ്ര പൂളിൽ നിന്നുള്ള 5 MBBS സീറ്റുകളാണ് ഈ വിഭാഗത്തിലേക്ക് നീക്കിവച്ചിട്ടുള്ളത്. 2020 നീറ്റ് പരീക്ഷയിൽ ലഭിച്ച റാങ്ക് അടിസ്ഥാനമാക്കിയാകും മെഡിക്കൽ കൌൺസിൽ കമ്മിറ്റി അർഹരായവരെ തിരഞ്ഞെടുക്കുക. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മുഖാവരണം ധരിക്കാത്തവർക്കുള്ള പിഴ ഉയർത്തി ഡൽഹി സർക്കാർ. മുഖാവരണം ധരിക്കാത്തവരിൽ നിന്ന് ഈടാക്കുന്ന പിഴ
500-ൽ നിന്ന് 2000 രൂപയായി ഉയർത്താൻ ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനമായത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ഉന്നതതല കേന്ദ്ര സംഘം ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മണിപ്പൂർ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളായ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിച്ചുവരികയാണ്. കോവിഡ് കേസുകൾ അധികമുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് കേന്ദ്ര സംഘം രോഗനിർണയം, പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്ന് 5722 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 6860 പേർ രോഗമുക്തി നേടി. വിശദാംശങ്ങളുമായി കിരൺ ശങ്കർ. മലപ്പുറം 862, തൃശൂർ 631, കോഴിക്കോട് 575, ആലപ്പുഴ 527, പാലക്കാട് 496, തിരുവനന്തപുരം 456, എറണാകുളം 423, കോട്ടയം 342, കൊല്ലം 338, കണ്ണൂർ 337, ഇടുക്കി 276, പത്തനംതിട്ട 200, കാസർഗോഡ് 145, വയനാട് 114 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 67,017 സാമ്പിളുകൾ പരിശോധിച്ചു. 26 മരണം സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 1969 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 4904 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 643 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 68,229 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. 4,75,320 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ഇന്ന് 4 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി ചേർത്തതോടെ കേരളത്തിലെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 565 ആയി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ കോവിഡ്-19 പരിശോധന ലഭ്യമാകുന്ന ലാബുകളുടെ എണ്ണം 2113 ആയതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. 1425 സർക്കാർ ലാബുകളിലും 688 സ്വകാര്യ ലാബുകളിലുമാണ് ഇപ്പോൾ കോവിഡ് പരിശോധനാ സൌകര്യമുള്ളത്. 57 ലാബുകളിൽ RT-PCR, 31 ലാബുകളിൽ CB-NAT, 68 ലാബുകളിൽ TrueNAT, 1957 ലാബുകളിൽ ആന്റിജൻ എന്നീ പരിശോധനകളാണ് നടത്തുന്നത്. കേരളത്തിലെ സിനിമാ തിയേറ്ററുകൾ ഉടൻ തുറക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ചലച്ചിത്ര സംഘടനകളുടെ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ സാഹചര്യത്തിൽ തീരുമാനം നീട്ടിവെക്കുന്നതാകും നല്ലതെന്ന നിർദ്ദേശത്തോട് ചലച്ചിത്ര സംഘടനകൾ യോജിച്ചു. മന്ത്രി എ കെ ബാലൻ, ഫിലിം ചേംബർ, ഫിയോക്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും യോഗത്തിൽ പങ്കെടുത്തു. തിയേറ്ററുകൾ തുറക്കാൻ കേന്ദ്ര സർക്കാർ അനുമതിയായെങ്കിലും സംസ്ഥാനത്ത് അടച്ചിടൽ തുടരുകയായിരുന്നു. ലോകത്ത് ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5,66,00,000-ന് മുകളിലായി. 1,58,00,000-ത്തോളം ആളുകളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 13,56,000-ത്തോളം പേർ ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചു. 3,94,00,000-ലേറെ പേർ രോഗമുക്തരായി. ലോകത്ത് ഏറ്റവുമധികം രോഗബാധിതരുള്ള അമേരിക്കയിൽ ആകെ മരണം 2,56,000 കടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. നാളെയാണ് സൂക്ഷ്മ പരിശോധന. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രത്യേക സജ്ജീകരണം ഒരുക്കിയാണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. ഈ മാസം 23 വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. ഈ മാസം 12 മുതലാണ് പത്രികാ സമർപ്പണം ആരംഭിച്ചത്. ഡിസംബർ 8, 10, 14 തീയതികളിലാണ് വോട്ടെടുപ്പ്. 15ാമത് G20 ഉച്ചകോടി ഈ മാസം 21, 22 തീയതികളിൽ സൌദി തലസ്ഥാനമായ റിയാദിൽ നടക്കും. സൌദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ അധ്യക്ഷതയിലാണ് ഈ വർഷത്തെ ഉച്ചകോടി. യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക, ഇന്ത്യ, സൌദി അറേബ്യ ഉൾപ്പെടെ ലോകത്തിലെ വൻ ശക്തികളായ 20 രാജ്യങ്ങളാണ് ഉച്ചകോടിയിലെ അംഗങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിജിറ്റൽ ഇന്ത്യ ഒരു സർക്കാർ പദ്ധതി മാത്രമല്ല, ഒരു ജീവിത രീതിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരു ടെക് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്സംബർഗ് പ്രധാനമന്ത്രി സേവ്യർ ബെറ്റലുമായി വിർച്വൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സഹകരണം ചർച്ചയായി. 2 മാസത്തിനുള്ളിൽ കോവിഡ് വാക്സിൻ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടെ മരിച്ചവരുടെ കുട്ടികൾക്ക് MBBSന് സീറ്റുകൾ നീക്കിവെക്കുമെന്നും ഡോക്ടർ ഹർഷവർദ്ധൻ. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 5722 പേർക്ക്. 6860 പേർക്ക് രോഗമുക്തി. ഡൽഹിയിൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ പിഴ 2000 രൂപ. ജമ്മുകശ്മീരിലെ നഗ്രോട്ടയിൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 4 ഭീകരരെ വധിച്ചു. വൻ ആക്രമണ പദ്ധതി തടഞ്ഞതായി പോലീസ്.
വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.